2025 തൂക്കിയാ എനിക്കിങ്ങനെ ഉള്ളൊരു ഇതിലൊരു ചെയ്യുന്ന ഈ കഥ എൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റേതായിട്ടുള്ള മനസ്സിലുള്ളൊരു കഥാപാത്രം ഉണ്ടാവും. അതേപോലെ തന്നെ ശ്രീനാഥൻ മനസ്സിലുണ്ടാവും. അപ്പോൾ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ച സമയത്ത് ഉണ്ടായ രീതിയിൽ അപ്പോൾ അതിൻ്റെ ഫിസിക്കലും അതിൻ്റെ ശാരീരികമായിട്ടുള്ളൊരു മാറ്റവും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ദിവസം അതിനും മെനക്കെട്ടിട്ട് ആണ് ഷൂട്ടിലെത്തിയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പടം. ഫൈറ്റ് ആയാലും മറ്റേ ഓരോ സീനുകളായാലും എല്ലാ പടം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കുറച്ചും കൂടി കൂടുതൽ കാരണം ഇന്ന് ഞാൻ രാവിലെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ ആദ്യത്തെ എൻ്റെ തീരം എന്ന് പറയുന്ന മൂവി പണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ജയരാജാറിൻ്റെ മൂവി. ആ ദിവസത്തെ ഒരു ഫീൽ ഉണ്ടല്ലോ ഫസ്റ്റ് മൂവി ആയിരുന്നു. കാരണം ഒരു വ്യത്യസ്തമായൊരു സംഭവം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം എങ്ങോട്ട് എത്തും, ആൾക്കാരിൽ എങ്ങനെ എത്തും എന്നുള്ളൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം സന്തോഷമായി, നല്ല അഭിപ്രായം കേൾക്കുന്നു, നന്നായിട്ട് വരുന്നു ജോലി. താങ്ക് യു. ബേസിലായിട്ടുള്ള കോമ്പിനേഷൻ ഞാൻ മരിച്ചു കഴിഞ്ഞ് കിടക്കുന്ന ശേഷമാണല്ലോ. അത് അദ്ദേഹത്തും ഞാൻ ആ ഒരു സമയത്ത് ഷൂട്ടിങ്ങിന് എൻ്റെ സീനില്ലെങ്കിൽ കൂടി ഞാൻ ആ ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ സൗബിക എല്ലാവരുമായിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരു കൂട്ടായ്മയായിട്ടുള്ളൊരു വർക്കാണ്. അല്ലാണ്ട് ഒരാളൊരു വർക്ക് ചെയ്ത് പോവുക അങ്ങനെ, അല്ലെങ്കിൽ ഒരാൾ ചെയ്യുക അങ്ങനെയല്ല. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സെറ്റിലായാലും കാരവനിലോ അങ്ങനെയൊന്നും പോയിരിക്കാതെ എല്ലാവരും കൂടി ഒരുമിച്ച് ആ സെറ്റിൽ തന്നെ ഉണ്ടാവും. എപ്പോഴും ഷൂട്ട് തീരുന്നവരെ ഒരുമിച്ചുണ്ടാവും. അപ്പം ഒരു രസകരമായിട്ട് ഒരു ഇതായിട്ടാണ് പോയിരിക്കുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. നമ്മൾ ചെയ്തത് നല്ലതാണെങ്കിൽ വന്നിട്ട് അപ്പം തന്നെ വന്നിട്ട് നല്ലതെന്ന് പറയും. എന്തെങ്കിലും മാറ്റം വരുത്താണെങ്കിലും പറയും. അങ്ങനെയുള്ളൊരു ടീമായിരുന്നു. അടിപൊളിയായിരുന്നു. പടം ഇഷ്ടപ്പെട്ടോ?